എല്ലാവർക്കും പ്രാന്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിനു വി എബ്രഹാം എഴുതി ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ടോവിനോ ചിത്രം. ഈ ചിത്രത്തെപ്പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ചിത്രത്തെപ്പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചിത്രം ഒരു റോ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതായത് ഒരു ക്ലീൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അധിക കൊടിതോരണങ്ങളില്ലാത്ത, നായകന് വേണ്ടി സ്പെഷ്യൽ ഇഫക്റ്റുകൾ ആഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ നായകന് വേണ്ടി BGMകൾ ആഡ് ചെയ്ത് നായകൻ്റെ എൻട്രീനെ കൈയടിപ്പിക്കുന്ന രീതിയിലുള്ള അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഗിമ്മിക്സുകളും ഇല്ലാതെ ഒരു ഓട്ടോറിക്ഷയിൽ മഴയുള്ളൊരു സ്ഥലത്തേക്ക് വന്നിറങ്ങുന്ന പോലീസ് ഓഫീസർ, യൂണിഫോമൊന്നും ഇടാതെ വന്നിറങ്ങുന്ന ഒരാളായിട്ടാണ് ടോവിനോയുടെ ആദ്യ ഷോട്ടിൽ കാണിക്കുന്നത്. അവിടം തൊട്ട് തന്നെ ഡയറക്ടർ കുറിച്ചിടുന്നുണ്ട് താൻ എടുക്കാൻ പോകുന്ന ചിത്രത്തെപ്പറ്റി, അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ഒരു സ്വഭാവത്തെപ്പറ്റി. അത് വളരെ മനോഹരമായിട്ട് ടോവിനോ എന്ന താരത്തിനപ്പുറം ടോവിനോ എന്ന ആക്ടറിന് കൃത്യമായി യൂസ് ചെയ്ത ഒരു ചിത്രം കൂടിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ഈ ചിത്രം. അതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ടോവിനോ എന്ന താരത്തിനപ്പുറം ടോവിനോ ചെയ്തു വെച്ച ഈ ക്യാരക്ടർ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്വാധീനിച്ചേക്കാം. പിന്നീട് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതൊരു പീരിയോഡിക് സിനിമയാണ്. അതായത് 90കൾ തൊട്ടൊരു 93 വരെയൊക്കെ സംഭവിക്കുന്നൊരു കഥയെ ആസ്പദമാക്കി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ ഈ സമയത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ ഇതിലെ ആർട്ട് കൃത്യമായി സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ഗംഭീരമായിട്ട് അവിടെ വരുന്ന വണ്ടികളാണെങ്കിലും കടമുറികളാണെങ്കിലും ഇവരുടെ അതുപോലെ തന്നെ കോസ്റ്റ്യൂം ആൻഡ് അവരുടെ മേക്കപ്പ്, ഇതിലെല്ലാം ഒരു 90കളിലെ ഒരു ഫ്ലേവർ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആർട്ടൊക്കെ ചെയ്തേക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. സിനിമയുടെ ആർട്ട് നിർവഹിച്ചിരിക്കുന്നത് രാജേഷ് മേനോനാണ്. വളരെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിൻ്റെ സൗണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഈ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് സൗണ്ടും മ്യൂസിക്കും വളരെ ഗംഭീരമാണ്. അത് ഞാൻ പറയാം. അതിൽ മിക്സിങ് ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഒരു കേസുണ്ട്. 2 പാർട്ടായിട്ട് വേണമെങ്കിൽ സിനിമയെ തിരിക്കാം. ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു കഥ അവസാനിക്കുന്നു, ഇൻ്റർവെല്ലിന് ശേഷം അതൊരു ക്യൂരിയോസിറ്റിയാണ്. കാരണം ഇതിന് ശേഷം എന്തുണ്ടാകുമെന്ന് അറിയത്തില്ല. കാരണം ഫസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കഥയുടെ ഒരു എൻഡിലെത്തി, ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അടുത്ത കഥ തുടങ്ങുന്നതെന്നൊക്കെ ഒരു സംശയം വരും. പക്ഷേ അതിൽ നിന്ന് ഒരു ഇമോഷണൽ, ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ആർക്ക് മാത്രമാണ് സെക്കൻഡ് ഹാഫിലെ കഥയിലേക്ക് എടുത്തിട്ടുള്ളൂ. അയാൾ ട്രാവൽ ചെയ്യുന്നൊരു ഒരു മൂഡുണ്ട് ആ ക്യാരക്ടർ, അത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. പക്ഷേ രണ്ടും 2 കഥയായിട്ട് തന്നെ നിൽക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിന് ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ ഒരു ക്രൈമിന് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് ആ ക്രൈം നടന്ന സ്ഥലം റീക്രിയേറ്റ് ചെയ്ത് അയാളുടെ തലയിൽ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അയാൾ ആ ക്രൈം സ്പോട്ടിലുണ്ട്. ഈ ക്രൈം നടക്കുന്ന ആ സമയത്ത് ആൾക്കാരിങ്ങനെ, ഇത് നിങ്ങൾ പലയിടത്ത് കണ്ടിട്ടുണ്ട് ഉറപ്പായിട്ടും. പക്ഷേ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സൗണ്ട് ഭയങ്കര ഗംഭീരമായിരുന്നു. നമ്മൾ കുറച്ച് കഴിയുമ്പം അയാളുടെ കൂടെ നമ്മൾ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു VR-ലൊക്കെ നമ്മൾ ചെന്നിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ ഒരു ഫീല് നമുക്ക് സൗണ്ടിൽ കിട്ടുന്നുണ്ടായിരുന്നു. അയാൾ എടുക്കുന്ന ശ്വാസത്തിൻ്റെ ഒപ്പം നമ്മളും അറിയാണ്ട് ശ്വാസം എടുക്കുന്നു. അത് വളരെ ഗംഭീരമാണ്. മിക്സിങ് നിക്സൺ എന്ന് പറഞ്ഞ ഒരാളാണ് അത് ചെയ്തിരിക്കുന്നത്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് അനുഭവപ്പെട്ടു. ചിത്രത്തിൻ്റെ മ്യൂസിക് ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മ്യൂസിക് ചെയ്തിരിക്കുന്ന സന്തോഷ് നാരായണനാണ്. വെരി ബ്രില്യൻ്റ്ലി ഡണ്ണാണ്. കാരണം എനിക്ക് തോന്നുന്നു, ഞാൻ ആ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചപ്പോൾ മ്യൂസിക് എടുത്തറിയാണ്ട്, അല്ലെങ്കിൽ ചില സിനിമകൾ മ്യൂസിക് ഇങ്ങനെ എടുത്തു നിൽക്കും. ആ മ്യൂസിക് കാരണമാണ് ആ സീൻ അപ്ലിഫ്റ്റായി നമുക്ക് തോന്നാറുണ്ടല്ലോ. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ശരിക്കും ഈ സിനിമയിൽ കൃത്യമായി മ്യൂസിക് ചേർന്ന് പോയതുപോലെ, സീനിൽ ചേർന്ന് പോയതുകൊണ്ട് കൃത്യമായിട്ട് ആ ഇമോഷൻ നമുക്ക് കിട്ടി. ബട്ട് ആ മ്യൂസിക് ഓർത്തിരിപ്പുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഓർത്തിരിപ്പില്ല. ബട്ട് അത് തന്നെ ആയിരിക്കും ഒരു മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ച് വളരെ ബ്രില്യൻ്റ്ലി ഡൺ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ചിത്രത്തിൻ്റെ DOP, ഒരു കഥ നടക്കുന്നത് ഞാൻ പറഞ്ഞു 90കളിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കളർ പാറ്റേണും ട്യൂണും പിടിച്ചിട്ടുണ്ട്. അത് DIയിൽ കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. രമേഷ് CP ആണ് DI ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതും വളരെ ഗംഭീരമാണ്. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് പാർട്ടിൽ ഒരു സോങ് വരുന്നുണ്ട്. ആ സോങ്ങിൻ്റെയൊക്കെ ഒരു ഫിൽറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഓൾഡ് ഫിൽറ്റർ. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നീട് വന്ന സീനുകളിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഗ്രെയിനി എഫക്റ്റ് കൃത്യമായിട്ട് വർക്കാവുന്നുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. ചിത്രത്തിന് DOP ചെയ്തിരിക്കുന്ന ഗൗതം ശങ്കറാണ്. വളരെ ബ്രില്യൻ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് ആണ്. ഈ പറയുന്ന പോലെ വളരെ ഭയങ്കരമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ആക്ഷൻ സീനുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ സ്പീഡ് കട്ടുകളോ അങ്ങനെയൊന്നുമല്ല. കഥാഗതിക്ക് ചോദിച്ച രീതിയിൽ കഥ ഡിമാൻഡ് ചെയ്യുന്നൊരു സ്പീഡുണ്ട്, ഒരു പേസുണ്ട്. അതനുസരിച്ചാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. അത്യാവശ്യം ക്രിസ്പായിട്ട് തന്നെയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. സൈജു ശ്രീധറാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്.
അങ്ങനെ ആകമൊത്തം പിന്നുള്ളത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡ് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ അധികം ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമ. നോക്കുവാണെങ്കിൽ ഇന്ദ്രൻസ് ഉണ്ട്, ബാബുരാജുണ്ട്, ഹരിശ്രീ അശോകനുണ്ട്, അങ്ങനെ ഒരുപാട് നമ്മൾ സീനിയർ മോസ്റ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ അതുപോലെ തന്നെ പുതിയ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എടുത്തു പറയാൻ എനിക്ക് തോന്നിയത് ബാബുരാജിൻ്റെ ക്യാരക്ടറാണ്. നമ്മൾ അടുത്തങ്ങനെ ഒരു ബാബുരാജിൻ്റെ അങ്ങനത്തെ ഒരു ഷെയ്ഡി കണ്ടിട്ടുണ്ടാവില്ല. വളരെ രസമായിട്ട് ബാബുരാജ് പ്രസിഡൻ്റ് ആയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ എടുത്തു പറഞ്ഞ മറ്റൊരു ക്യാരക്ടറാണ് പ്രമോദ് വെളിയനാടുന്ന അദ്ദേഹം ചെയ്ത ക്യാരക്ടർ. ഭയങ്കര വളരെ സീരിയസ് ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷനും കഥയൊക്കെയാണ്. പക്ഷെ അതിൽ സിറ്റുവേഷണൽ കോമഡി കൊണ്ടുവരിക, അതിൽ ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതൊരു ഭയങ്കര ഒരു ബ്രഹ്മാണ്ഡ ടാസ്ക് തന്നെയാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. അദ്ദേഹം ചെയ്ത ക്യാരക്ടറിൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന ക്യാരക്ടേഴ്സിൽ ഇദ്ദേഹം ചെയ്ത ഈ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നിങ്ങളെ ഈ എന്താ പറയുക ഒരു സീരിയസ് സംഭവത്തിൻ്റെ ഇടയ്ക്ക് ചിരിപ്പിക്കുക എന്നുള്ളതല്ല, പക്ഷേ അത് ആൾക്കാർക്കൊരു റിലീഫ് തന്നെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഷമ്മി തിലകൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഇവരൊക്കെ കൃത്യമായിട്ട് കഥാസന്ദർഭത്തിലേക്ക് ഇഴുകി ചേർത്തുകൊണ്ടാണ് ഡയറക്ടറും റൈറ്ററും ഒക്കെ ഇത് പ്ലേസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു റോ ഇൻവെസ്റ്റിഗേഷൻ, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ ബുദ്ധി കൂർമ്മതയും അദ്ദേഹത്തിൻ്റെ പ്രഡിക്റ്റബിലിറ്റിയും അല്ലെങ്കിൽ അയാളുടെ ഒരു മസിൽ പവറും അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഒരു സാധാരണ പോലീസുകാരൻ, ഒരു ന്യൂ ജോയിനിയായ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന് തോന്നുന്ന ചില എന്താ പറയുക സംശയങ്ങളും കൺക്ലൂഷൻസൊക്കെ വെച്ച് ഒരു കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രഷർ, ഇതൊക്കെ അതിനു മുന്നിൽ ഇയാൾ നിസ്സഹായനായി നിൽക്കുന്ന ഒരു ഓഫീസർ, അങ്ങനെ വളരെ എന്താ പറയണേ ഒരു റിയൽ ആയിട്ടുള്ളൊരു സ്റ്റോറി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ടോവിനോ സിനിമ. ഇതിൽ ടോവിനോനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് യൂസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാവം ഉണ്ട്. ഒരു നിസ്സഹായ അവസ്ഥ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്നൊരു കാര്യമാണ്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ ആഴ്ച കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമായി തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ ചിത്രത്തെ തോന്നിയത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായി ചേർക്കുക. മറ്റൊരു സിനിമയെ വീണ്ടും കാണാം.